വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. വീണ്ടും വാർത്തകളിലേക്കാണ്. അപ്പോൾ ക്രിസ്റ്റീന, ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UAE-യിലൊക്കെ പഠനം ഓൺലൈനിലോട്ട് മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ക്ലാസ് മുറികളിലേക്ക് കുട്ടികൾക്കൊക്കെ തിരിച്ചെത്താൻ പറ്റുമെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. UAE-യിൽ ഘട്ടം ഘട്ടമായി പഠനം ക്ലാസ് മുറികളിലേക്ക് മാറുന്നു. സർക്കാർ വാണിജ്യ കെട്ടിടങ്ങളിലെ നഴ്സറികൾ ഈ ആഴ്ച തുറക്കും. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനരീതി നാളെ പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പഠനം സമ്പൂർണ്ണമായി ഓൺലൈനിലോട്ടാക്കിയിരുന്നു. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇനിയുള്ള ഒരു അധ്യയനം, നമുക്കറിയാം കോവിഡ് കാലത്ത് നമ്മുടെ അധ്യയനവും നമ്മുടെ ദൈനംദിന ജീവിതവും ഒക്കെ ഒരുപാട് മാറിയിരുന്നു. അപ്പോൾ ഇനി പഠനം ഏത് രീതിയിലായിരിക്കും? ആ മട്ടിൽ ഉള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. മാർച്ച് 28-നാണ് UAE-യിലെ സ്കൂളുകൾക്കൊക്കെയും പൂട്ടുവീണത്. അതിനുശേഷം പിന്നീട് ഇതുവരെയും ഒരു ദിവസം പോലും ഓഫ്ലൈനായി ക്ലാസുകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പരീക്ഷകൾ മാറ്റിവെച്ചത് കേരള സിലബസിന്റെയും ഒപ്പം തന്നെ CBSE പരീക്ഷകളൊക്കെ മാറ്റിവെച്ചതും വലിയ വാർത്തയായിരുന്നു. അത് പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂളുകളടക്കം കഴിഞ്ഞ ആഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. എന്നിട്ടും സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേക സിലബസ് ഉണ്ടാക്കി ഓൺലൈനായി പഠനം മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തിനൊക്കെ ശേഷം എന്തായാലും സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ആശ്വാസം, അത്തരത്തിലൊരു പ്രതീക്ഷ ഇരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നാളെ മുതൽ ഈ നഴ്സറി ക്ലാസുകളിലും മറ്റുമൊക്കെ ഈ സർക്കാർ ബിൽഡിങ്ങുകളിലും ഒപ്പം തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലുമുള്ള ഈ നഴ്സറി ക്ലാസുകൾ, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾ ഒഴികെ എന്ന നിലയിലേക്കാണ് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. സർക്കാർ കെട്ടിടങ്ങളിലും ഒപ്പം തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്കും ഉള്ളിലുള്ള ഇത്തരത്തിൽ സ്കൂളുകൾക്ക് അത് തുറന്നു പ്രവർത്തിക്കും നാളെ മുതൽ എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പതിവ് പോലെ രാവിലെ ക്ലാസ് തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റ് സ്കൂളുകൾക്ക് നിലവിൽ എന്തായാലും ഓൺലൈൻ പഠനം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നാളെ ഒരു യോഗം ചേരുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെയും KHDRAയുടെയും ഒക്കെ ഒരു സംയുക്ത യോഗം ചേരുന്നുണ്ട്. അതിൽ ഈ വിവിധ സ്കൂൾ പ്രിൻസിപ്പൽമാരടക്കം പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ യോഗത്തിലാകും പിന്നീട് ഇനി ഏത് ദിവസം മുതൽ എല്ലാ ക്ലാസുകളും ഒരേപോലെ തുറന്നു പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരിക. നേരത്തെ പ്രിൻസിപ്പൽമാരൊക്കെയും ഈ ഒരു അപേക്ഷ നൽകിയിരുന്നു സർക്കാരിൽ. തങ്ങളുടെ സ്കൂളുകളിൽ വേണ്ട സുരക്ഷ ഒരുക്കി പഠനം നടത്താൻ കഴിയും എന്നുള്ള നിലയ്ക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ അത് തൽക്കാലം അത്തരത്തിൽ ക്ലാസുകൾ തുടങ്ങേണ്ട എന്ന നിലയിലാണ് ഓൺലൈൻ ക്ലാസുകൾ നീട്ടിയത്. പക്ഷേ എന്നാൽ അത് വീണ്ടും ഒരു ട്രാക്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സ്പ്രിംഗ് അവധിയൊക്കെ നേരത്തെ നൽകിയാണ് UAE-യിലെ സ്കൂളുകളിൽ ഈ മാക്സിമം ഈ ഓൺലൈൻ ക്ലാസുകൾ, ഈ നഷ്ടപ്പെടുന്ന ക്ലാസുകൾ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ എന്നാലും ഇപ്പോഴും ക്ലാസുകൾ തുടങ്ങാത്ത സാഹചര്യത്തിൽ ഇത് വീണ്ടും സ്കൂളുകൾ തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ നാളെ അനുകൂലമായൊരു തീരുമാനം വരുമെന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. ക്രിസ്റ്റീന. ഓക്കെ, മുഹമ്മദ് റഹീസാണ് ദുബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്ന്. എന്തായാലും ആ യോഗത്തിന് ശേഷം അറിയാൻ സാധിക്കും ഏത് മട്ടിലായിരിക്കും ഇനി ഇവിടെ പഠനം പുനരാരംഭിക്കുക എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.